The Sendai framework for the disaster risk reduction. Sendai framework for disaster risk reduction for the period 2015-2030. Sendai framework നടന്നത് ജപ്പാനിലാണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആണ്. പീരിയഡ് 2015 to 2030. First objective. Main objective is to reduce the risk and to reduce the losses in lives, livelihoods and health, and to reduce economic, physical, social, cultural, environmental assets. അപ്പോൾ 3 ഒബ്ജക്റ്റീവാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ടു റെഡ്യൂസ് ദ ഡിസാസ്റ്റർ റിസ്ക്, സെക്കൻഡ് വൺ റെഡ്യൂസ് ദ ലോസസ് ഇൻ ലിവ്സ്, ലിവ്ലിഹുഡ്സ് ആൻഡ് ഹെൽത്ത്, തേർഡ് വൺ റെഡ്യൂസ് എക്കണോമിക്കൽ, ഫിസിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, എൻവയോൺമെൻറ്റൽ അസറ്റ്. ഒന്നുകൂടി മെയിൻ ഒബ്ജക്റ്റീവ് 3 റെഡ്യൂസ് ദ റിസ്ക്, reduce the losses in lives, livelihood and health, reduce economic, physical, social, cultural, environmental asset. അടുത്തത് ഇതിൻ്റെ ഗോൾ. ഗോൾ മീൻസ് ടു പ്രിവെൻറ്റ് ന്യൂ റിസ്ക് ആൻഡ് ടു റെഡ്യൂസ് ദ എക്സിസ്റ്റിംഗ് റിസ്ക്. പുതിയ റിസ്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്യുകയും എക്സിസ്റ്റിംഗ് റിസ്കിനെ റെഡ്യൂസ് ചെയ്യുകയുമാണ് ഇതിൻ്റെ മെയിൻ ഗോൾ. അതിനുവേണ്ടി നമ്മൾ കുറേ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ, സോഷ്യൽ, ലീഗൽ, ഹെൽത്ത്, അങ്ങനെ കുറേ മെഷേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഗോൾ ഒന്നുകൂടെ പറയാം. To prevent a new risk, to reduce the existing risk, to prevent a new risk and to reduce existing risk. അതിനുവേണ്ടി നമ്മൾ കുറേ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ത്രൂ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സം മെഷേഴ്സ് ദാറ്റ് ഇൻക്ലൂഡ് എക്കണോമിക്, സ്ട്രക്ചറൽ, ലീഗൽ, സോഷ്യൽ, ഹെൽത്ത്, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, എൻവയോൺമെൻറ്റൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. ഫ്രെയിംവർക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ സെൻഡായ് ഫ്രെയിംവർക്ക് മെയിൻ എയിം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആണ്. 3 ഒബ്ജക്റ്റീവ് ഉണ്ട്. റെഡ്യൂസ് ദ റിസ്ക്, റെഡ്യൂസ് ദ ലോസസ് ഇൻ ലിവ്സ്, ലിവ്ലിഹുഡ് ആൻഡ് ഹെൽത്ത്, ടു റെഡ്യൂസ് ദ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, എൻവയോൺമെൻറ്റൽ അസറ്റ്. ഗോൾ പറയുമ്പോൾ പുതിയത് പ്രിവെൻറ്റ് ചെയ്യുക, എക്സിസ്റ്റിങ് റെഡ്യൂസ് ചെയ്യുക, പ്രിവെൻറ്റ് ന്യൂ റിസ്ക് ആൻഡ് ടു റെഡ്യൂസ് ദ എക്സിസ്റ്റിംഗ് റിസ്ക്. കുറേ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ലീഗലി, സോഷ്യലി, ഹെൽത്ത്, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, എൻവയോൺമെൻറ്റൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. It put in place 4 priorities for action and 7 targets for the reduction of risk. അപ്പോൾ ഈ ഒരു റിസ്ക്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ 4 സെൻഡായ് ഫ്രെയിംവർക്കിൽ 4 പ്രയോറിറ്റീസും 7 ഗ്ലോബൽ ടാർഗറ്റ്സുമാണ് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇറ്റ് പുട്ട് ഇൻ പ്ലേസ് 4 പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ ആൻഡ് 7 ഗ്ലോബൽ ടാർഗറ്റ്. ആദ്യം നമുക്ക് 7 ടാർഗറ്റും രണ്ടാമതായിട്ട് 4 പ്രയോറിറ്റീസും പറയാം. ഫസ്റ്റ് വൺ 7 ഗ്ലോബൽ ടാർഗറ്റ്സ്. ഗ്ലോബൽ ടാർഗറ്റ്സിൽ ഫസ്റ്റ് ടാർഗറ്റ് റെഡ്യൂസ് ദ ഡിസാസ്റ്റർ മോർട്ടാലിറ്റി ബൈ 2030. ആ ഒരു ഡിസാസ്റ്റർ മൂലമുള്ള മരണനിരക്ക് 2030 റെഡ്യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ദ റിസ്ക് ഗ്ലോബൽ ഡിസാസ്റ്റർ മോർട്ടാലിറ്റി ബൈ 2030. സെക്കൻഡ് വൺ റെഡ്യൂസ് ദ നമ്പർ ഓഫ് അഫക്റ്റഡ് പീപ്പിൾ ഗ്ലോബലി ബൈ 2030. അപ്പോൾ രണ്ടാമത്തത് അഫക്റ്റഡ് പീപ്പിളിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുക. സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ദ നമ്പർ ഓഫ് അഫക്റ്റഡ് പീപ്പിൾ ഗ്ലോബലി ബൈ 2030. മൂന്നാമത്തത് ഇൻഫ്രാസ്ട്രക്ചറിനുണ്ടാകുന്ന ഡാമേജ് റെഡ്യൂസ് ചെയ്യുക. Substantially reduce the disaster damage to critical infrastructure and the disruption of basic services including health, educational facilities, etc. So we have to reduce the disaster damage to our critical infrastructure and to our health and educational facilities. Fifth one, increase the number of countries with the national and local disaster reduction strategies by 2030. അപ്പോൾ ഈ ഒരു റിസ്ക് സ്ട്രാറ്റജി നാഷണലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ലോക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതും രാജ്യങ്ങളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുക. റിസ്ക് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന കൺട്രീസ്, വി ഹാവ് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് കൺട്രീസ്, substantially increase the number of countries with the national and local disaster risk reduction strategies by 2030. Sixth one, enhance the international cooperation to developing countries. Developing countries in support, that is by developed countries. So enhance the cooperation to the developing countries. Substantially enhance the cooperation to the developing countries. Seventh one, substantially increase the availability of and access to multi-hazard early warning system. Multi-hazard early warning system availability increase ചെയ്യുക. Substantially increase the availability of and access to multi-hazard early warning system. 7 ടാർഗറ്റ് substantially reduce the global disaster mortality, reduce the number of affected people, reduce the damage to our critical infrastructure, increase the number of countries with these strategies,
enhance the cooperation to the developing countries, increase the availability of and access to multi-hazard early warning systems. അടുത്ത നമുക്ക് ആ 4 പ്രയോറിറ്റീസ് നോക്കാം. 4 priorities for action. First you have to understand the risk. നമ്മൾ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ഐഡൻറ്റിഫൈയിങ് ആണ്. ഫസ്റ്റ് you have to understand the risk or to identify the risk. So identify the hazardous activities to be able to target action for prevention, preparedness and response. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി we have to prevent and be prepared and provide immediate response. So identify the activities to be able to target action for prevention, preparedness and response. First one is to understand the risk, and in understanding the risk give importance. The Sendai convention give importance to identify the activities. ഈ ഒരു പ്രിവെൻഷൻ, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ ഹസാർഡസ് ആക്ടിവിറ്റീസ് ടു ബി ഏബിൾ ടു ടാർഗറ്റ് ആക്ഷൻസ് ഫോർ പ്രിവെൻഷൻ, പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ്. And second one is strengthening the disaster risk governance to manage the risk. റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസിൻ്റെ strengthening the governance to manage the risk. So this convention provides a framework. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലോക്കൽ, നാഷണൽ ആൻഡ് റീജിയണൽ ലെവൽ to address the prevention of preparedness for and response to industrial accidents. This convention focuses on disaster risk reduction. ആദ്യമേ പറഞ്ഞതാണ് ഈ ഒരു കൺവെൻഷൻ ഫോക്കസ് ചെയ്യുന്നത് റിസ്ക് റിഡക്ഷൻ ആണ്. So we have to strengthen the risk governance to manage the risk. Strengthen the governance to manage the risk. Third one, invest in disaster risk reduction for resilience. Invest in risk reduction for the resilience. And fourth one, enhancing the preparedness for effective response and to build back better in recovery, rehabilitation and reconstruction. അപ്പോൾ ഒരു ബെറ്റർ റിക്കവറിക്ക് അല്ലെങ്കിൽ ടു ബിൽഡ് ബാക്ക് ദി ബെറ്റർ ഇൻ റിക്കവറി, റീഹാബിലിയേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ ആ 3 ടേം ഇമ്പോർട്ടൻ്റ് ആണ്. റിക്കവറി, റീഹാബിലിയേഷൻ, റീകൺസ്ട്രക്ഷൻ. ഇതിന് വേണ്ടിയിട്ട് ബി പ്രിപ്പയർഡ് ഓർ എൻഹാൻസ് ദ പ്രിപ്പയർഡ്നെസ് for effective response and to build back better in recovery, rehabilitation and reconstruction. അപ്പോൾ 7 ടാർഗറ്റും 4 പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ. 4 പ്രയോറിറ്റീസ് എന്ന് പറയുന്ന ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ഓർ അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്, സ്ട്രെങ്തൻ ദ ഗവേണൻസ് ടു മാനേജ് ദ റിസ്ക്, ഇൻവെസ്റ്റ് ഇൻ റിസ്ക് റിഡക്ഷൻ ഫോർ റീസൈലൻസ് ആൻഡ് എൻഹാൻസ് ദ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഫോർ എഫക്റ്റീവ് റെസ്പോൺസ് ആൻഡ് to build back better in recovery, rehabilitation and reconstruction. ഇത്രയും എഴുതിയിട്ട് ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു 3-4 പ്രിൻസിപ്പിൾസ് കൂടെ ആഡ് ചെയ്യണം. അതായത് ഓരോ സ്റ്റേറ്റിനും പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈച്ച് സ്റ്റേറ്റ് ഹാസ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ടു പ്രിവെൻറ്റ് ആൻഡ് റെഡ്യൂസ് ദ റിസ്ക്. ഓരോ സ്റ്റേറ്റിനും ഡിസാസ്റ്റർ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഈച്ച് സ്റ്റേറ്റ് ഹാസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ടു പ്രിവെൻറ്റ് ആൻഡ് ടു റെഡ്യൂസ് ദ റിസ്ക്, ആൻഡ് ദിസ് ഇൻക്ലൂഡ് ത്രൂ ഇൻ്റർനാഷണൽ, റീജിയണൽ, sub-regional, bilateral cooperation. So it includes international, regional, sub-regional and bilateral cooperation. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ റിക്വയർസ് ദ റെസ്പോൺസിബിലിറ്റി to be shared by central government and relevant national authorities, sectors and stakeholders. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നാഷണൽ അതോറിറ്റീസ്, സെക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഷെയർ ചെയ്തിട്ടായിരിക്കും ഡിസാസ്റ്റർ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നത്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ റിക്വയർസ് ദാറ്റ് റെസ്പോൺസിബിലിറ്റീസ് ബി ഷെയർഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് റിലവൻറ്റ് നാഷണൽ അതോറിറ്റീസ്, സെക്ടേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇത് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദ പേഴ്സൺ, ടു പ്രൊട്ടക്ട് ദെയർ പ്രോപ്പർട്ടി, ദെയർ ഹെൽത്ത്, ലിവ്ലിഹുഡ് ആൻഡ് ദെയർ അസറ്റ് ആസ് വെൽ ആസ് കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ അസറ്റ്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റെഡ്യൂസിങ് റിസ്ക് ആണ്. സോ മാനേജിങ് ദ റിസ്ക് ഓഫ് ഡിസാസ്റ്റർ. ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രൊട്ടക്ട് ദ പേഴ്സൺ, പ്രൊട്ടക്ട് ദെയർ പ്രോപ്പർട്ടി, ഹെൽത്ത് ആൻഡ് ലിവ്ലിഹുഡ്, their productive asset as well as cultural and environmental asset.
ഇറ്റ് റിക്വയർസ് ഓൾ ഓഫ് സൊസൈറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് സൊസൈറ്റിയിലുള്ള എല്ലാവരുടെയും പാർട്ട്ണർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ റിക്വയർസ് ഓൾ ഓഫ് സൊസൈറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെൻഡായി ഫ്രെയിംവർക്കാണ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് reduce the losses in livelihood, health and reduce the economic, physical, social, cultural and environmental asset. Main goal means to prevent the new risk, to reduce the existing risk through some measures. പറയുമ്പോൾ 4 പ്രയോറിറ്റീസ് ഫോർ ആക്ഷനും 7 ടാർഗറ്റ്സും സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.